ഹലോ എവ്രി വൺ, എൻ്റെ പേര് കൃഷ്ണവേണി. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റുഡൻ്റാണ്. ഇന്ന് നമ്മൾ ലൈബ്രറിയിലിരുന്ന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് പതിയെ സംസാരിക്കാം, ഇല്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്തിടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വാട്ട് ഇസ് ഇൻസോംനിയ എന്നാണല്ലേ, ഇല്ലെങ്കിൽ ഉറക്കമില്ലായ്മ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഇൻസോംനിയ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിന് തൊട്ട് മുമ്പിലുള്ള വീഡിയോ ഒന്ന് പോയി കാണുക, സോ ദറ്റ് യു വിൽ ഗെറ്റ് ടു നോ വാട്ട് ഇൻസോംനിയ ഇസ്. അപ്പോൾ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് കോഴ്സസും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ്സും എന്ത് ചെയ്യാം എന്ന ട്രീറ്റ്മെൻ്റ് അല്ല എന്ത് ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാമെന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് സാധാരണ ഒരു ഉറക്കമില്ലായ്മ നോക്കാം കേട്ടോ. നമുക്ക് ഉറക്കം വരുന്നില്ല, എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് വൺ, മെയിൻ സാധനം സ്ക്രീൻ. നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടി വി, ടാബ്, വാട്ട് എവർ ഗാഡ്ജറ്റ്സ് യു ഹാവ്, ഇതെല്ലാം ഒരു സ്ലീപ്പ്. നിങ്ങളിപ്പോൾ 11 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ 10 മണിയാകുമ്പോൾ ഇത് മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക. അതിൽ ബയോളജിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പുറത്തൊരു ഇത് കാണുന്നുണ്ടല്ലേ, രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നമ്മൾ എണീക്കുന്നു, അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുന്നു. നമുക്കൊരു ക്ലോക്ക് ഉണ്ട് അല്ലേ, ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്, നമുക്കൊരു ക്ലോക്ക് ഉണ്ട്. പക്ഷേ ഇത് തന്നെ, ഈ സെയിം ക്ലോക്ക് തന്നെ നമുക്ക് ഉള്ളിൽ ബയോളജിക്കലിയും ഉണ്ട്. സെയിം സാധനം, നമ്മുടെ 24 അവർ ക്ലോക്ക് ഇല്ലേ, അത് നമുക്ക് സെയിം ആയിട്ട് നമ്മുടെ ഉള്ളിലും അങ്ങനെ തന്നെ ഒരു ക്ലോക്ക് ഉണ്ട്. അപ്പോൾ ഈ ക്ലോക്കാണ് നമ്മൾ രാവിലെ ആകുമ്പോഴേക്കും എണീക്കാറായി നമ്മളോട് പറയുന്നതും വൈകിട്ട് രാത്രി ആകുമ്പോഴേക്കും ഉറങ്ങാറായി നമ്മളോട് പറയുന്നതൊക്കെ ഈ ഒരു ക്ലോക്കാണ്. എന്ത് പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാത്രി ആകുമ്പോൾ നമ്മൾ ലൈറ്റും എല്ലാം ഓഫ് ചെയ്ത് നമ്മൾ ഉറങ്ങാൻ പോകുള്ളൂ. ലൈറ്റും എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ കട്ടിൽമ പോയി കിടന്നിട്ട് നമ്മളിങ്ങനെ സ്ക്രീൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ നിന്ന് ലൈറ്റ് വരുമ്പോൾ നമ്മുടെ ഈ ബോഡിയിലുള്ള സാധനം, ആ ക്ലോക്ക് കൺഫ്യൂസ്ഡ് ആവും. ലൈറ്റ് വരുന്നുണ്ടല്ലോ, ഇതിപ്പോൾ രാവിലെ ആയോ, രാത്രി ആയിരുന്നു, ഉറങ്ങേണ്ട സമയമായിരുന്നു, പക്ഷെ ലൈറ്റ് വരുന്നതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ ഈ ഫോണൊക്കെ ഓഫ് ചെയ്ത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമല്ലോ, ആ ഉറങ്ങാൻ കിടക്കുമ്പോൾ വരേണ്ട ഉറക്കം തന്നെ അങ്ങോട്ട് പോകും. കാരണം എന്താ, നമ്മുടെ ബോഡി കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ കാരണം അത്ര ലൈറ്റ് വന്നപ്പോഴേക്കും ഉറങ്ങേണ്ട ടൈമായി, പക്ഷെ ലൈറ്റ് വരുന്നുണ്ട്. സോ ആ ബോഡി ഈസ് കൺഫ്യൂസ്ഡ്. ഇനി സെക്കൻഡ് വൺ, ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ്. നമ്മൾ അത് സ്ലീപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ എല്ലാത്തിനും പറയുന്നതാണ് ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു ഫുഡ് വേണമെന്ന്. അപ്പോൾ ഉറങ്ങുന്നതിന് ഒരു 3 hours മുമ്പെങ്കിലും ഫുഡ് കഴിക്കാൻ നോക്കുക. മോസ്റ്റ്ലി ഓയിലിയും ഭയങ്കര ജങ്കൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒരു 6 മണി 5 മണിക്കൊക്കെയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ഒരു 9 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് ബോഡി അപ്പോൾ ഓക്കെ ആയിട്ട് വരും. സോ ഹെവി ആയിട്ടുള്ള ഫുഡ് റെഡ്യൂസസ് ആ സ്ലീപ്പ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത്തേത്, ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക. നമ്മുടെ ബോഡിക്ക് മനസ്സിലാവണം, ഓക്കെ ഈ ടൈമിൽ അവൾ ഉറങ്ങാറായി, അല്ലെങ്കിൽ ഈ സമയത്ത് ഇപ്പോൾ അവൻ ഉറങ്ങാൻ വന്നിട്ടാണ് എന്ന് നമ്മുടെ ബോഡിക്ക് മനസ്സിലാവണം. അതിനാണ് നമ്മൾ റുട്ടീൻ ഫോളോ ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസം 11 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ അടുത്ത ദിവസവും 11 മണിക്കാണ് ഉറങ്ങുക. 5 മണിക്ക് എണീക്കുകയാണെങ്കിൽ അടുത്ത ദിവസവും 5 മണിക്ക് തന്നെ എണീക്കുക. സോ ദാറ്റ് ഹെൽപ്സ് അവർ ബോഡി ടു ഗെറ്റ് അഡ്ജസ്റ്റ് ടു ആ റുട്ടീൻ. അപ്പോൾ എല്ലാ ദിവസവും 11 മണിയാകുമ്പോൾ നമുക്ക് ഉറക്കം വരും, എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ നമ്മൾ എണീക്കും. അങ്ങനെയല്ലേ റുട്ടീൻ ഫോളോ ചെയ്യുന്നവർ, അങ്ങനെയാണല്ലോ. ജോലിക്ക് പോകുന്നവർ ആ കറക്റ്റ് ടൈമായിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കറക്റ്റ് ടൈമായിട്ട് ഉറങ്ങാനും എണീക്കാനും ശ്രദ്ധിക്കുക. പിന്നെ ഇനി അടുത്തതാണ് കഫീൻ. നമ്മൾ ഈ കോഫി കുടിക്കുന്നോ ടീ കുടിക്കുന്നൊക്കെ, നമ്മൾ ഉറക്കം എണീറ്റ് കഴിയുമ്പോൾ ടീയും കോഫിയൊക്കെ കുടിക്കല്ലേ, അതിന് ആ ഒരു ക്ഷീണം അങ്ങോട്ട് പോയി ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. ഒരു 6 മണിക്കൊക്കെ ചായയും കാപ്പിയും കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഉറക്കമെല്ലാം പോയി ഫ്രഷായി. ഇനി ഒരു 9 മണിയാകുമ്പോഴേക്കും എന്താ ഉറക്കം വരാത്തേ നോക്കി ഇങ്ങനെ ഇരിക്കും. ബിക്കോസ് നമ്മൾ ഉറക്കം പോകാനും ഫ്രഷ് ആവാനായിട്ടുള്ള സാധനമാണ് കുടിച്ചേക്കുന്നത്. എന്നിട്ട് 9 മണിയാകുമ്പോൾ എന്താ ഉറക്കം വരാത്തേ നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു 5 o'clock കഴിഞ്ഞിട്ട് കോഫി ടീ ഒക്കെ അവോയ്ഡ് ചെയ്യുക, ഇല്ല കെഫീൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. സോ ഇത്രയാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഇഫ് യുവർ സ്ലീപ്പ് പാറ്റേൺ ഇസ് നോട്ട് ഗുഡ്, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. റുട്ടീൻസ് കറക്റ്റ് ആക്കുക, ഫോൺ ടൈം ഒന്ന് കുറയ്ക്കുക, ഉറങ്ങുന്നതിന് 1 hour മുന്നേ ഫോൺ യൂസ് ചെയ്യുക, ഫുഡ് ഒന്ന് ബാലൻസ് ചെയ്യുക, കോഫിയും ടീയും ഒഴിവാക്കുക ആഫ്റ്റർ 5 o'clock. ഓക്കെ, ഇനി ഇതാണ് കുറച്ച് കാര്യങ്ങൾ ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്നവരോട് പറയാനുള്ള. ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക പ്ലീസ്. ഇനി വേറൊരു കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻസോംനിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ പനി ഉണ്ടാവുമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചുക്ക് കാപ്പി കുടിക്കും, അതെല്ലാം കുടിക്കും. ചിലപ്പോൾ നമ്മൾ പനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് രാത്രി സമയത്ത് കുളിക്കാതിരിക്കാം, മഴ നനയാതിരിക്കാം, ഇങ്ങനെയെല്ലാം നമ്മൾ നോക്കും. പക്ഷെ പനി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നല്ല പനി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കും അല്ലേ. അതുപോലെ തന്നെ ഇൻസോംനിയ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ലേ, സ്ക്രീൻ ടൈം, ബാലൻസ് ഫുഡ്, റുട്ടീന്, ഇതെല്ലാം ഫോളോ ചെയ്യുക. ഇതിൻ്റെ ഒപ്പം ചെറിയൊരു മെഡിസിൻ്റെ ഹെൽപ്പും കൂടെ വേണ്ടി വരും. കാരണം ഓഫ് കോഴ്സ് പനി വന്നാൽ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ഏതൊരു ഇൻസോംനിയ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് നമ്മൾ മെഡിസിൻ എടുക്കേണ്ടി വരും. അതെടുക്കാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം ദാറ്റ് ഹെൽപ്സ് യു ഹീൽ. അപ്പോൾ അത് ഹീൽ ചെയ്യാൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുത്തേ പറ്റൂ. സോ കൺസൾട്ട് എ ഡോക്ടർ. ഒരു ഡോക്ടറിനെ കണ്ടിട്ട് അവർ പറയുന്ന അളവിൽ പറയുന്ന പോലെ മരുന്നെടുക്കാൻ ശ്രദ്ധിക്കുക. ആ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ ഈ മരുന്ന് തരുന്നതിൻ്റെ ഒപ്പം പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞത്. സോ ഇതിൻ്റെ ഒപ്പം തന്നെ മെഡിസിൻ എന്തായാലും എടുക്കാൻ നോക്കുക, അവോയ്ഡ് ചെയ്യാതിരിക്കുക. പിന്നെ അടുത്തത് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ദിസ് ഈസ് ദ ലാസ്റ്റ് തിങ്. ഓക്കെ,
നമ്മൾ ഉറക്കം വരാതിരിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞപ്പോൾ സ്ക്രീൻ നോക്കുന്നതല്ലെങ്കിൽ ബാലൻസ് ഫുഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊന്നും കൂടാതെ ഒരു റീസൺ കൂടിയുണ്ട്. അണ്ടർലൈൻ കോസസ് ഉണ്ട് കുറച്ച്. എന്താ അണ്ടർലൈൻ കോസസ്? നമുക്ക് ഉറക്കം വരാതിരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. സ്ട്രെസ് ആയിരിക്കാം, ആൻസൈറ്റി ആയിരിക്കാം, ടെൻഷൻ ആയിരിക്കാം, ഇതെന്തും ആവാം. ചിലപ്പോൾ ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കും, ചിലപ്പോൾ എക്സാമിൻ്റെ ടെൻഷൻ ആവാം. സോ ഇങ്ങനെ എന്തും ആവാം. ഓക്കെ, സോ ഇതാണ് ഒരു അണ്ടർലൈൻ കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഉറക്കം വരാതിരിക്കാനായിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ ഉള്ളിലെ പ്രശ്നം സോൾവ് ചെയ്യണം, എന്നാലേ നമുക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ ആ ഉള്ളിലെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടെന്ന് വെച്ചു, കുറേ കടങ്ങളുണ്ട്, ശരിയാണ്. അത് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം നമുക്ക് പൈസ ഉണ്ടാക്കണം, അതിനുള്ള കാര്യങ്ങൾ നോക്കണം. അത് ഉണ്ടാക്കി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുമ്പോൾ വരുന്ന ഒരു സാധനം അല്ലല്ലോ. സോ ഇറ്റ് ടേക്സ് ടൈം അല്ലേ. അപ്പോൾ ഈ ടൈം എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ അത് മര്യാദയ്ക്ക് ചെയ്യാം എന്നുള്ളത് നോക്കണം. ആ ഒരു ടൈമിൽ കുറേ ടെക്നിക്സ് ഉണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൂളാക്കാനായിട്ടും. ഇങ്ങനെ നമ്മൾ ഈ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ് സ്ട്രെസ് അടിക്കാതിരിക്കാനായിട്ടുള്ള കുറേ ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇഫ് യു ആർ എ പേഴ്സൺ ഹു ക്യാൻ റെഗുലേറ്റ് യുവർ സെൽഫ്, സ്വന്തമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ സ്ട്രെസ്സൊക്കെ വരാറ് എക്സാം ടൈമിലൊക്കെയാണ്. ഇപ്പോൾ എക്സാം ടൈമിൽ സ്ട്രെസ് ഉണ്ടെന്ന് എനിക്കറിയാം. അതാണ് എൻ്റെ ഉറക്കമില്ലായ്മയ്ക്കുള്ള കാരണം എന്നും എനിക്കറിയാം. എന്നാൽ അത് റെഗുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെ മാറ്റാം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാതെ എങ്ങനെ മാറ്റണമെന്ന്. കുറച്ച് പഠിക്കുന്നത് കുറച്ചൊന്ന് നേരത്തെ പഠിച്ച് വെക്കുക. അപ്പോൾ എനിക്ക് എക്സാമിൻ്റെ തലേന്ന് ആ ഒരു അത്ര സ്ട്രെസ് എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ എനിക്ക് ഉറക്കം വരും. മനസ്സിലായോ? അപ്പോൾ അതെനിക്കറിയാതെ എങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ, അത് അറിയുന്നവരാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, യു ഡു ഇറ്റ് യുവർ സെൽഫ്. പക്ഷെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആൻഡ് ഇഫ് യുവർ ലൈഫ് ഇസ് ഗോയിങ് ഡൗൺ, പ്ലീസ് ഗെറ്റ് ഹെൽപ്പ് ഫ്രം എ സൈക്കോളജിസ്റ്റ് ഓർ എ കൗൺസിലർ ഓർ എ തെറാപ്പിസ്റ്റ്. എന്തും ആയിക്കോട്ടെ, എന്ത് പേരാണോ നിങ്ങൾ അവരെ വിളിക്കുന്നവരും അവരുടെ അതിന് ഹെൽപ്പ് മേടിക്കുക. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഗെറ്റിംഗ് ഹെൽപ്പ്. കാരണം ദിസ് ഈസ് എ വെരി ഗുഡ് തിങ്. ആൻഡ് നിങ്ങൾ ചോദിക്കും, ഇപ്പം എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെ, ഞാൻ അവരുടെ ഇപ്പോൾ ഹെൽപ്പ് കേട്ടിട്ട് അവരെനിക്ക് പൈസയൊന്നും തരാൻ പോകുന്നില്ലല്ലോ, ഫിനാൻഷ്യലി മാറ്റാൻ ഇല്ല. ബട്ട് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അവർക്കത് ഇങ്ങനെ ആക്കാൻ പറ്റില്ല. നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ പൈസ ഇല്ലാണ്ട് പോവാണ്, പക്ഷേ പൈസ തന്നവർക്ക് അത് ഇങ്ങനെ ആക്കാൻ പറ്റില്ല. പക്ഷേ ദേ ക്യാൻ ഡു ദിസ്. ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇരിക്കുന്ന ലൈഫിനെ ഇങ്ങനെ ആക്കാൻ അവർക്ക് പറ്റില്ല, പക്ഷെ അതിനിങ്ങനെ നേരെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് അവർ മാജിക്കലി ചെയ്യുന്നൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് മര്യാദയ്ക്ക് ആക്കിക്കാനായിട്ട് അവർക്ക് പറ്റും. ദേ ക്യാൻ ഹെൽപ്പ് യു. ഒരിക്കലും നമ്മളിത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മളത് ഫേസ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ്, ഇപ്പോൾ നിങ്ങൾക്ക് അത് ഒറ്റയ്ക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ടു എ സൈക്കോളജിസ്റ്റ് ആൻഡ് മേക്ക് യുവർ ലൈഫ് സ്റ്റേബിൾ. നമ്മൾ ബാലൻസ് ചെയ്ത് പോവാം. അപ്പോൾ അത് ബാലൻസ് ആകുമ്പോൾ തന്നെ നമുക്ക് മേ ബി ഒന്ന് സമാധാനം കിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് വേയിലേക്ക് കൂടിയാണ് നമുക്ക് പോകേണ്ടത്, ഏത് വേയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം എന്നുള്ളത്. സോ ദീസ് ഓൾ ഹെൽപ്പ്. അപ്പം ഞാൻ ആദ്യം കുറേ ടെക്നിക്സ് പറഞ്ഞത് ഉറക്കം വരുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നവർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഉറക്കം ശരിയാവും. ബാക്കിയുള്ളത് കുറച്ച് സൈക്കോളജിക്കലിയും മെൻ്റൽ ഡിസ്ട്രെസ്സും എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻ എടുക്കുക, സൈക്കാട്രിസ്റ്റിനെ കാണുക, സൈക്കോളജിസ്റ്റിനെ കാണുക, അണ്ടർലൈൻ കോഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിന് വേണ്ടി എന്ത് ചെയ്യാൻ നോക്കുക. സോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മര്യാദയ്ക്ക് ഉറങ്ങി നല്ല ലൈഫ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.